الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم النبي أولى بالمؤمنين من أنفسهم وأزواجه أمهاتهم وأولو الأرحام بعضهم أولى ببعض في كتاب الله من المؤمنين والمهاجرين إلا أن تفعلوا إلى أوليائكم معروفا كان ذلك في الكتاب مسطورا ബഹുമാന്യരായ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കലാണ് ഏതൊരാൾക്കും രക്ഷപ്പെടാനുള്ള മാർഗം എന്ന് മനസ്സിലാക്കുകയും ആ നിലക്ക് ജീവിക്കുകയും ചെയ്യാൻ ആദ്യമായി എല്ലാവരെയും ഉണർത്തുകയാണ്. ശരിയായ മാർഗം ഏതു വഴിയിൽ കൂടി കടന്നു വരുന്നിടത്തും നമ്മളതിൻ്റെ ഒപ്പമുണ്ടായിരിക്കണമെന്നും ശരിയല്ല എന്ന് തോന്നുന്ന ഏത് മാർഗങ്ങളിൽ നിന്നും നമ്മൾ പുറത്തു കടക്കണം എന്നുമാണ് സൂറത്ത് ഇസ്രായിലെ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജ്അൽ ലീ മിൻ ലദുൻക സുൽത്താനൻ നസീറ എന്ന ഖുർആനിലെ ഒരു വചനവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയും കൂടിയായ ആ വാക്ക് നമ്മൾ മനസ്സിലാക്കിയത്. നമ്മിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. ഞാൻ കടന്നു ചെല്ലുന്നത് ശരിയുടെ ഭാഗത്താണോ? എത്ര ദുർബലന്മാരാണ് നമ്മളെങ്കിലും ശരിയുടെ ഭാഗത്ത് അള്ളാഹുവിന്റെ സഹായം ലഭിക്കും. ശരി ഇറങ്ങിപ്പോകുന്ന ഭാഗത്ത് ശരിയല്ല എന്ന് തോന്നിയാൽ അത് നമ്മുടെ കുടുംബകാര്യത്തിലാണെങ്കിലും സാമ്പത്തിക കാര്യത്തിലാണെങ്കിലും വ്യക്തി ജീവിതത്തിലാണെങ്കിലും തൊഴിലിലാണെങ്കിലും ഒക്കെ തെറ്റാണ് എന്ന് തോന്നിയാൽ അതിൽ നിന്ന് പുറത്തിറങ്ങി കടക്കാൻ നമുക്ക് കഴിയണം.
അള്ളാഹുവിന്റെ സഹായം നമുക്ക് കിട്ടും. അതാണ് സിദ്ഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി ചോദിക്കുന്നുണ്ട്, നബിയെ, വിശ്വാസിയായി കഴിഞ്ഞാൽ അവൻ ഭീരുവാകുമോ എന്ന്. നബി പറഞ്ഞു, വിശ്വാസിയാണെന്നത് കൊണ്ട് ഒരാള് വലിയ ധീരനാവണമെന്നൊന്നുമില്ല. ഭീരുക്കളായ വിശ്വാസികളും ഉണ്ടാവാം. തെറ്റാണ് ആ സ്വഭാവമെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടാവാം. മനുഷ്യന്റെ പ്രകൃതമല്ലേ. അയകൂനുൽ മുഅ്മിനു ബഖീലൻ, പ്രവാചകരെ, സത്യവിശ്വാസി പിശുക്കനാകുമോ? പിശുക്ക് വിശ്വാസികൾക്ക് പാടില്ലാത്തതാണല്ലോ. നബി പറഞ്ഞു, മനുഷ്യന്മാരല്ലേ, പിശുക്കുണ്ടാവും. എന്നാൽ അത് നിങ്ങൾ ഒഴിവാക്കണം. പിശുക്കായി എന്നതുകൊണ്ട് സത്യവിശ്വാസിയാകാതിരിക്കില്ല. മൂന്നാമതായി അദ്ദേഹം ചോദിച്ചത്, അയകൂനുൽ മുഅ്മിനു കാദിബൻ, സത്യവിശ്വാസി കളവ് പറയുമോ അല്ലെങ്കിൽ കളവ് ചെയ്യുമോ? നബി പറഞ്ഞില്ല, ഉണ്ടാവില്ല. പിശുക്കനാവാം, ഭീരു ആകാം, പക്ഷെ കളവ് പറയില്ല സത്യവിശ്വാസി. അങ്ങനെ കളവ് പറയുന്നവന് വിശ്വാസിയായി ജീവിക്കാൻ പാടില്ല. അതാണ് ഒരു സിദ്ഖിന്റെ മറുവശമാണല്ലോ കളവ്. അപ്പൊ ഒരു കളവായ ജീവിതമോ വിശ്വാസമോ നമ്മൾ ഒരു കാര്യത്തിലും നമുക്കുണ്ടാവാൻ പാടില്ല. ഏറ്റവും വലിയ കളവ് കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ചതുപോലെ, നമുക്കൊക്കെ അറിയുന്നത് പോലെ, ശിർക്കനാണ്. നമ്മളെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് ഇങ്ങനെയൊക്കെ വളർത്തിക്കൊണ്ടുവന്ന പഠിച്ചവനോട് അല്ലാഹ് വിളിക്കുന്നതിന് പകരം പഠിച്ചവനല്ലാത്ത ആളുകളെ, അത് ആരെയായിരുന്നാലും വിളിച്ചു പ്രാർത്ഥിക്കുക എന്നത് തന്നെയാണ് കളവ് എന്ന് പറയുന്നത്. എന്നാൽ പല കളവുകളും നമ്മുടെ ദീനിൽ നിന്ന് നമ്മളെ പുറത്ത് കടത്തുന്ന കളവുകളുണ്ട്, അല്ലാത്ത കളവുകളുണ്ട്. അല്ലാഹു അല്ലാത്തവരോടുള്ള വിളിച്ചു പ്രാർത്ഥന, നമ്മൾക്ക് രക്ഷയും ശിക്ഷയും നൽകാൻ അല്ലാഹു അല്ലാത്തവർക്ക് സാധിക്കുമെന്നുള്ള വിശ്വാസം, ആ ഒരു ചെറിയ തരത്തിലെങ്കിലും ആ ഒരു കറുത്ത കാക്ക അതിലാണ് പാറുകയാണെങ്കിൽ ഇന്ന് നമുക്ക് ദോഷമായിരിക്കും, അല്ലെങ്കിൽ ഒരു കരിമ്പൂച്ച വിലങ്ങടിച്ചാൽ ഇന്ന് ദോഷമായിരിക്കും എന്ന് തുടങ്ങി, ഇന്ന സാധനം അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട്, അതിന്റെ മേലെ കവച്ചു വെച്ചാൽ, അല്ലെങ്കിൽ ഒരു കുപ്പിയുണ്ട് അതിന്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ദോഷം ഉണ്ടാവും, ഇങ്ങനെ ഒരു വിശ്വസിക്കുന്നത് പോലും അള്ളാഹുവിന്റെ കഴിവിനെ ചോദ്യം ചെയ്യലാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിലുള്ള ഒരു വിശ്വാസവും അന്ധവിശ്വാസങ്ങൾ. അള്ളാഹുവാണ് പടച്ചോ തന്നത് തരാനാരും തടുക്കാനാർക്കും കഴിയില്ല, പടച്ചോ തടുത്തത് തരാനും ആർക്കും സാധിക്കില്ല. പിന്നെന്താ മറ്റുള്ളവരുടെ വിഷയം? മറ്റുള്ളവരെന്തിനു പേടിക്കണം? ആ ഒരു ശക്തമായ ഈമാൻ, അതാണ് വേണ്ടത്. ആ ഒരു ഈമാൻ ഇല്ലാതെ ദുർബലന്മാരായാൽ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഈമാനിലാണ് കളവ് നമുക്ക് വരുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറുമ്പ് നിങ്ങളുടെ ശരീരത്തിൽ കയറുന്ന പോലെ ശിർക്ക് കയറി വരും എന്ന് പറയുന്നത്. ശിർക്ക് എന്നൊക്കെ പറയുമ്പോ അത് നമ്മുടെ വേഷം മാറ്റി, നമ്മുടെ പേര് മാറ്റി, നമ്മളൊരു വേറൊരു കോലം കെട്ടി വരും എന്നല്ല, ഒരു മുശ്രിക്കിന്റെ കോലം കെട്ടി വരും എന്നല്ല പറയുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തില് പടച്ചോനെ എന്നതിന്റെ അപ്പുറമുള്ള ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ അത് ശിർക്കിന്റെ തുടക്കമാണ് ഒരാള്. അതുകൊണ്ട് സഹോദരന്മാരെ, കളവ് അള്ളാഹുവിന്റെ സിദ്ഖിന്റെ വിപരീതമായ വ്യാജം എന്ന് പറയുന്നതിലെ ഏറ്റവും വലിയ വ്യാജം നമ്മുടെ മതത്തിൽ നിന്ന് നമ്മളെ പുറത്തു കടത്തുന്ന ശിർക്കുകളാണ് ഏറ്റവും വലിയ വ്യാജം. അതുപോലെ തന്നെ രണ്ടാമതൊന്ന് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതിനെ വ്യാജമാക്കുക എന്നുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹയാണല്ലോ ഏറ്റവും വലിയ സിദ്ഖ്, സത്യം. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യുന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ഏറ്റവും വലിയ സത്യം. എന്നാൽ മുഹമ്മദ് റസൂലുള്ളാഹ് അതിന്റെ കൂടെ രണ്ടാമത്തെ ഒരു സത്യമാണ്. അത് നമ്മൾ വിശ്വസിച്ചാലേ തീരൂ. അള്ളാഹു ഏകനാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മുഹമ്മദ് നബിയിൽ വിശ്വസിക്കാത്ത, അല്ലെങ്കിൽ മുഹമ്മദ് നബിയുടെ ശേഷമുള്ള ഒരു പ്രവാചകൻ ഉണ്ട്, മുഹമ്മദ് നബി മാത്രം പോരാന്ന് വിശ്വസിക്കുന്ന ഖാദിയാനി, ഇവരെ എന്നും ഇസ്ലാം ശരീഅത്ത് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽപ്പെടുത്തിയിട്ടില്ല. മുഹമ്മദ് റസൂലുള്ളാഹിയിലും നമ്മൾ വിശ്വസിക്കണം. അൻ-നബിയ്യും ഔലാ ബിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളോട് ഏറ്റവും അടുത്തവൻ നബിയാണ്. മിൻ അൻഫുസിഹിം, സ്വന്തം ശരീരങ്ങളെക്കാളും
റസൂലാണ് അള്ളാഹ് നമ്മളോട് അടുത്തവൻ. നമ്മളെ ശരീരത്തിനേക്കാളും നമുക്ക് വലിയത്, നമ്മൾ പരിഗണന നൽകേണ്ടത് അള്ളാഹുവിന്റെ റസൂലിനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാര് നമ്മുടെ ഉമ്മമാരാണ്, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, നമ്മുടെ ഉമ്മമാരാണ്. നബിയുടെ ഭാര്യമാരെ റസൂലുള്ളാഹിന്റെ മരണശേഷം ആർക്കും വിവാഹം ചെയ്യാൻ പാടില്ല എന്നാണ് ശരീഅത്ത് കൽപ്പിച്ചത്. അത് നമ്മളെ മുസ്ലിങ്ങളുടെ ഉമ്മമാരാണ് റസൂലിന്റെ ഭാര്യമാര്. പിന്നെ വഉലുൽ അർഹാമി ബഅ്ദുഹും ഔലാ ബിബഅ്ദിൻ ഫീ കിതാബില്ലാഹ്. പിന്നെ നമ്മുടെ കൂട്ടത്തില് ആരാ പരസ്പരം അടുപ്പമുള്ളവർ? അത് രക്തബന്ധുക്കളാണ്. മനുഷ്യന് രക്തബന്ധമുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ അടുക്കൽ അടുത്ത ബന്ധം സ്ഥാപിക്കേണ്ടവരും നന്നായി ജീവിക്കേണ്ടതും. ഫീ കിതാബില്ലാഹ് മിനൽ മുഅ്മിനീന വൽ മുഹാജിരീൻ. മുഹാജിറുകളിൽ നിന്നും മുഅ്മിനുകളിലും ആ ഉലുൽ അർഹാമാണ് ഏറ്റവും അടുത്തവർ. നല്ല ബന്ധുക്കൾ, ആ കുടുംബ ബന്ധത്തിനെ പറ്റിയാണ് റസൂൽ ഖുർആൻ പറഞ്ഞത്. ഇല്ലാ തഫ്അലു ഇലാ ഉലിയായിക്കും മഅറൂഫ. പക്ഷെ നിങ്ങളുടെ ബന്ധുക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്തു, അവര് വിശ്വാസികളല്ല, മുഹാജിറുകളല്ല, അല്ലെങ്കിൽ മുഅ്മിനീങ്ങളല്ല, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നത് പോലെയുള്ള വിശ്വാസികളല്ല എന്ന് കരുതി അവർക്ക് നന്മകൾ ചെയ്തു കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അത് മനുഷ്യബന്ധമാണ്. എന്നാൽ ആദർശ ബന്ധം എന്ന് പറയുന്നത് വിശ്വാസികൾ തമ്മിലാണ്. അള്ളാഹുവിന്റെ രേഖയിൽ രേഖപ്പെടുത്തപ്പെട്ട, എഴുതി വെക്കപ്പെട്ടതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇയാണ് നമുക്ക് ഔല ഏറ്റവും ബന്ധം. അപ്പൊ എങ്ങനെയാണ് നബി നമ്മുടെ ബന്ധുവാവാം? നമ്മൾ ഖുറൈശി അല്ലല്ലോ, നബി കുടുംബത്തിൽപ്പെട്ട ആളല്ലല്ലോ. നബി കുടുംബത്തിൽപ്പെട്ട കൃത്യമായ പരമ്പരകൾ ഇന്നിട്ട് ജീവിച്ചിരിപ്പില്ല. ആരൊക്കെ എന്തൊക്കെ അവകാശപ്പെടുന്നുണ്ടെങ്കിലും യഥാർത്ഥ നബി കുടുംബത്തിൽപ്പെട്ട ആളുകൾ ഇന്നില്ല. അപ്പൊ പിന്നെ നമ്മൾ റസൂലിന്റെ ബന്ധുവാണ് എന്ന് എങ്ങനെ പറയുന്നു? വഉലുൽ അർഹാമി ഔലാ ബഅ്ദുഹും ഫീ കിതാബില്ലാഹ് ബഅ്ദുഹും ബഅ്ദുൻ ഫീ കിതാബില്ലാഹ്. കുടുംബ ബന്ധുക്കൾ ബന്ധുവാണെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ജ്യേഷ്ഠനാണ്, അനുജനാണ്, എളാപ്പയാണ്, മൂത്താപ്പയാണ്, അവരുടെ മക്കളാണ്, അങ്ങനൊക്കെ നമുക്ക് ബന്ധം പറയാം. നബിയായിട്ടുള്ള എന്താ ബന്ധം? നബിയായിട്ടൊരു സത്യവിശ്വാസിക്കുള്ള ബന്ധം ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖദൈത വയുസല്ലിമൂ തസ്ലീമാ. നമ്മുടെ ഒരു ദീനിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ദുനിയാവ് കൈകാര്യം ചെയ്യുമ്പോൾ അതിലുള്ള നീതി വിഷയങ്ങളിൽ അള്ളാഹുവിന്റെ റസൂൽ ഇതാണ് ഇഷ്ടപ്പെട്ടത്. അത് എല്ലാ സ്ഥലത്തും ഒരു സ്വപ്പ് നിൽക്കേണ്ട അടുത്ത് വരെ അള്ളാഹുവിന്റെ റസൂല് നിൽക്കൽ എങ്ങനെയാണ്? അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെയാണ് നടക്കൽ? അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിത രീതി എന്താണ്? അങ്ങനെ പ്രവാചകന്റെ ഒരു തീരുമാനം, അതാണ് എന്റെ തീരുമാനം, എന്റെ ശൈലിയല്ല, എന്റെ വിചാരമല്ല, എന്റെ സൗകര്യമല്ല. പിന്നെ പഠിച്ചവന്റെ തീരുമാനം എന്താണോ, അള്ളാഹുവിന്റെ റസൂല് അള്ളാഹിന്റെ റസൂലിന്റെ തീരുമാനമല്ല, അള്ളാഹുവിന്റെ റസൂലും എന്താണോ തീരുമാനിച്ചത് അത് നമ്മളുടെ തീരുമാനമാകുവോളം ഫല ഇല്ല റബ്ബിക്കാലിന്റെ റബ്ബ് തന്നെയാണ് സത്യം. ലാ യുഅ്മിനൂൻ, അവരാരും വിശ്വാസികളാവില്ല ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും. അവർക്കിടയിൽ ഒരു വിഷയം പൊങ്ങി വന്നാൽ, ഏതൊരു വിഷയമാവട്ടെ, അവരുടെ കുടുംബ അല്ലെങ്കിൽ വ്യക്തി ജീവിതം, നമ്മൾ തമ്മിലുള്ള തർക്കങ്ങൾ, ബഹളങ്ങൾ, വിശ്വാസ ആദർശ കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും ഹത്താ യുഹക്കിമൂക, പ്രവാചകനെ വിധികർത്താവാക്കുവോളം വിശ്വാസിയാവില്ല. റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു വിധി കിട്ടിയാൽ പിന്നെ മനസ്സില് ഞാൻ വിചാരിച്ച മാതിരി ആയില്ല റസൂലിന്റെ വിധി, അതുകൊണ്ട് ചിന്തിക്കും ചെയ്യരുത്. റസൂലിന്റെ വിധി കണ്ണടച്ച് അംഗീകരിക്കണം, നിരുപാധികമായി അംഗീകരിക്കുവോളം അവർ വിശ്വാസികളില്ല. അപ്പൊ റസൂല് നമ്മളെ ബന്ധപ്പെടുന്നത് എന്താ? നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടതും ചെയ്യുന്നതും റസൂല് പഠിപ്പിച്ചത് മാത്രമേ ആകാവൂ എന്നാണ് റസൂലുള്ളാഹി നമ്മൾ തമ്മിലുള്ള റസൂലിനോടുള്ള ബന്ധം. അതാണ് മാമിൻ മുഅ്മിനിൻ ഇല്ലാ വഅന ഔലൻ നാസി ബിഹി ഫിദ്ദുനിയാ വൽ ആഖിറ. ഒരു സത്യവിശ്വാസിയും ലോകത്തുണ്ടാവാൻ പാടില്ല ഇല്ലാ വഅന ഔലൻ നാസി ബിഹി, മറ്റു ഏത് ജനങ്ങളെക്കാളും ദുനിയാവിലും ആഖിറത്തിലും ഞാനായിരിക്കും അവന്റെ ഏറ്റവും അടുത്ത ബന്ധു എന്ന് പറഞ്ഞാൽ എന്നോടായിരിക്കണം അവന്റെ ഏറ്റവും വലിയ ബന്ധവും അടുപ്പവും എന്നെയായിരിക്കണം അവൻ അനുസരിക്കേണ്ടത്. വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ആത്മാവ് ഏതൊരു റബ്ബിന്റെ കയ്യിലാണോ ആ റബ്ബ് തന്നെയാണ് സത്യം. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ആരും തന്നെ മുഅ്മിനുകളാവുകയില്ല ഹത്താ യുഹക്കിമൂക ഫീമാ ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ നഫ്സിഹി വമാലിഹി വവലദിഹി വന്നാസി അജ്മഈൻ. അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ലോകത്ത്
അവന്റെ ശരീരത്തിനേക്കാൾ, അവന്റെ കുടുംബത്തിനേക്കാൾ, അവന്റെ മക്കളെക്കാൾ, അവന്റെ സമ്പത്തിനേക്കാൾ, ലോകത്തുള്ള എല്ലാവരെക്കാളും അവൻ ഇഷ്ടപ്പെട്ടത് ഞാനായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനായിരിക്കണം അവൻ ഇഷ്ടപ്പെട്ടവൻ. അവന്റെ ശരീരത്തിന് അവൻ ഇഷ്ടപ്പെടുന്നതിനേക്കാളും ഞാൻ കൽപ്പിച്ചതിനായിരിക്കണം അവൻ ഇഷ്ടം കൽപ്പിക്കേണ്ടത്. അപ്പൊ നമ്മളുടെ റസൂലുമായിട്ടുള്ള നമ്മളുടെ ബന്ധം എങ്ങനെയാണ്? റസൂലിന്റെ സുന്നത്ത് അനുസരിക്കുക. റസൂലിനെ നമ്മൾ സ്നേഹിച്ചുകൊണ്ട് സുന്നത്ത് അനുസരിക്കുക. മിൻ അസദ്ദിൻ നാസി ലീ മിൻ അസദ്ദി ഉമ്മത്തി ലീ ഹുബ്ബൻ നാസ് മൻ അസദ്ദു ഉമ്മത്തി ലീ ഹുബ്ബൻ നാസുൻ യകൂനൂന ബഅദി യവദ്ദു അഹദുഹും ലൗ യറാനി ബിഅഹ്ലിഹി വമാലിഹി. മനുഷ്യരുടെ കൂട്ടത്തിൽ എന്നോട് ഏറ്റവും കഠിനമായ സ്നേഹമുള്ളവൻ, എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവൻ ആരായിരിക്കണം? അവൻ നാസുൻ, ഒരു കൂട്ടരായിരിക്കും. യകൂനൂന ബഅദി, എന്റെ കാലശേഷം അവർ ജീവിക്കും. യവദ്ദു അഹദുഹും, അവർ ഓരോരുത്തരും ആഗ്രഹിക്കും. ലൗ റആനി ബിഅഹ്ലിഹി വമാലിഹി, അവന്റെ സമ്പത്ത് കൊടുത്തിട്ടും കുടുംബങ്ങളെയും സമ്പത്തിനെയും അവൻ അങ്ങോട്ട് ദണ്ഡം ചെയ്തിട്ട് അത് ചെലവഴിച്ചാലും തന്റെ കുടുംബവും സമ്പത്തും അവന് നഷ്ടപ്പെട്ടാലും ഞാനായിരിക്കണം അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ. അങ്ങനെയുള്ള ഒരു സമൂഹമാണ് എന്നോട് ഹുബ്ബുള്ളവൻ. സഹോദരന്മാരെ, ഇത് പറയുന്നത് റസൂലിന്റെ ഹുബ്ബ്, റസൂലിനോടുള്ള ഹുബ്ബ് പ്രകടിപ്പിക്കുന്ന മാസമാണ് റബീഉൽ അവ്വൽ, 3-ാം ദിവസമാണ്. അപ്പൊ റസൂലിനോടുള്ള ഹുബ്ബ് എങ്ങനെയാണ്? മൻ അതാഅ അല്ലാഹ ഫഖദ് മൻ അഹബ്ബനി, എന്നെ ഒരാൾ സ്നേഹിച്ചാൽ കാന മഈ ഫിൽ ജന്ന, എന്റെ കൂടെ സ്വർഗ്ഗത്തിലാവും. അപ്പൊ റസൂലിനോട് ലോകത്തുള്ള എല്ലാവരെക്കാളും, തന്നെക്കാളും, തന്റെ കുടുംബത്തെക്കാളും താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മുടെ ഉമ്മമാര്, നമ്മുടെ ഭാര്യമാര്, നമ്മുടെ മക്കള്, അവരെക്കാളെല്ലാം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കി പൊന്നുപോലെ സൂക്ഷിക്കുന്ന നമ്മളെ സമ്പത്ത്, അതിനേക്കാളും നമുക്ക് സ്നേഹവും ബന്ധവും അള്ളാഹുന്റെ റസൂലിനോടെന്ന് പറഞ്ഞാൽ ആ റസൂല് കൽപ്പിച്ച റസൂലിന്റെ ചര്യയോടായിരിക്കണം. അതാണ് ഖിയാമത്ത് നാളിൽ സമ്പത്തും അവന്റെ കുടുംബങ്ങളെ കൊടുത്താലും എന്റെ കൂടെ ആയിരിക്കണം എന്ന് ചിന്തിക്കുന്നവരാണ് എന്നെ സ്നേഹിക്കുന്നവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അങ്ങനെ തന്നെയായിരുന്നു സഹാബികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിരുന്നത് എന്നാണ്. കാന അഹബ്ബു ഇലൈനാ മിൻ അംവാലിനാ വഔലാദിനാ വഉമ്മഹാത്തിനാ വആബാഇനാ വമിനൽ ബാഇൽ ബാരിദി അലല്ലാഹ്. നമ്മളെ വാപ്പമാരെക്കാളും ഉമ്മമാരെക്കാളും കുടുംബങ്ങളെക്കാളും മക്കളെക്കാളും ഇനി ദാഹിച്ചലഞ്ഞ് മരിക്കാനിരിക്കുന്ന ഒരു മനുഷ്യന് ഒരു തുള്ളി വെള്ളം കിട്ടുമ്പോൾ ആ വെള്ളത്തിനോടുള്ള തന്റെ ആഗ്രഹത്തെക്കാൾ അധികം എന്റെ കൂടെ ജീവിക്കണം എന്നാണ് അള്ളാഹുവിനോടുള്ള ഹുബ്ബ് എന്ന് നമ്മളെ പഠിപ്പിച്ചത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ച ഒരു ഉദ്ധരണിയാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത്, അങ്ങനെയാണോ നമ്മൾ റസൂലിന്റെ കൂടെ? റബീഉൽ അവ്വലായി കഴിഞ്ഞാൽ പള്ളികളെല്ലാം പണ്ട് കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി, പണ്ട് കാലത്ത് ക്രിസ്ത്യൻ പള്ളികളാണ് അലങ്കരിച്ചിരുന്നതെങ്കിൽ ഇന്ന് പള്ളികളും നടവഴികളും പ്രദേശങ്ങളും വീടുകളും നക്ഷത്രങ്ങൾ കൊണ്ടല്ല ഒരു കൂട്ടരെ അലങ്കരിക്കുമ്പോ അവരെ റസൂലിനോടുള്ള ഹുബ്ബ് നക്ഷത്രങ്ങൾ കൊണ്ട് ആരംഭിക്കുമ്പോ നമ്മളുടെ റസൂലിന്റെ ഹുബ്ബ് നമ്മൾ ബൾബുകൾ കൊണ്ട് തോരണം തൂക്കി പിന്നെ കൊട്ടും പാട്ടും കുരവയുമായി ഇങ്ങനെയല്ല റസൂലിനോടുള്ള ഹുബ്ബ്. സഹോദരന്മാരെ, ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മൻ സല്ലാ അലയ്യ സലാത്തൻ, എന്റെ പേരിൽ ഒരാൾ ഒരു സലാത്ത് ചൊല്ലിയാൽ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം എന്ന് പറയുന്ന അത്തഹിയാത്തിൽ നമ്മൾ ഓടുന്ന സലാത്ത് ഉണ്ടല്ലോ, അതാണ് പൂർണ്ണ സലാത്ത്. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്, അതൊക്കെ സലാത്തിന്റെ ചെറിയ രൂപങ്ങളാണ്. അതുമാവാം. അതിന്റെ പൂർണ്ണ സലാത്ത് അതാണ്. നമ്മൾ ദുആയൊക്കെ ചെയ്യുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങുമ്പോൾ പ്രത്യേകമായി നമ്മൾ ഈ സലാത്താണ്, നീണ്ട സലാത്താണ് നമ്മൾ ചെല്ലേണ്ടത്. അള്ളാഹു കൂടുതൽ അത് സ്വീകരിക്കാൻ നല്ലത്. അങ്ങനെയുള്ള സലാത്ത്, മൻ സല്ലാ അലൈഹി സലാത്തൻ, എന്റെ പേരിൽ ഒരാൾ ഒരു സലാത്ത് ചൊല്ലിയാൽ സല്ലല്ലാഹു അലൈഹി അശ്റാ, അവന്റെ മേൽ അല്ലാഹു തആല 10 റഹ്മത്ത് വർഷിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സലാത്തിന്റെ തഹയ്യാത്തു പൂർണ്ണമാവണമെങ്കിൽ സലാത്ത് വേണം. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അല്ലാഹു റബ്ബ ഹാദി ദഅവതി താമ എന്ന
പ്രാർത്ഥനയുടെ മുമ്പായോ ശേഷമായോ നമ്മൾ സലാത്ത് കൂടി അതിന് ശേഷം ചെല്ലണം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള റസൂലിനെ സ്നേഹിക്കല്, റസൂലിന്റെ പേരിൽ സലാത്ത് ചൊല്ലിക്കൊണ്ട് റസൂലിന്റെ മാർഗങ്ങൾ പിൻപറ്റിക്കൊണ്ടുപോകും. റസൂൽ റസൂലിന് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവൻ നബിമാര്, സിദ്ദീഖുമാര്, ശുഹദാക്കള്, സാലിഹീങ്ങള് അവരുടെ കൂടെ ആയിരിക്കും അള്ളാഹു റസൂലിനെ അനുസരിച്ച് ജീവിച്ചാൽ. ആ അനുസരണം എന്താണ്? ഈ റബീഉൽ അവ്വലിൽ തോരണം തൂക്കലാണോ? അന്ന് കുറച്ച് മൃഗങ്ങളെ അറുത്ത് കൊടുക്കലാണോ? അന്ന് ഈ പാട്ടും പാടി നടക്കലാണോ? അന്ന് ഈ വഴി മുടക്കിക്കൊണ്ടുള്ള പ്രകടന ആഭാസങ്ങളാണോ? അങ്ങനെയൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഒരു കാലഘട്ടത്തിലും പഠിപ്പിച്ചിട്ടില്ല. നേരെ മറിച്ച് ഇത്തിബാഉ മാ അമറ ബി ഫത്തബിഊനി ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. അല്ലാഹ് നിങ്ങളെ ഇഷ്ടപ്പെടണം, അങ്ങനെ മുഅ്മിനീങ്ങളായി മരിക്കണം, പരലോകത്തെ രക്ഷപ്പെടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, എന്നെ നിങ്ങൾ പിൻപറ്റുക, എന്റെ ചര്യ പിൻപറ്റുക. ആ ചര്യക്ക് വിപരീതമാണ് പ്രവാചകന്റെയും 3 നല്ലവരായ 3 നൂറ്റാണ്ടിന്റെയും ശേഷം ജൂതന്മാരിൽ നിന്ന് കടന്നു വന്ന മൗലിദാഘോഷങ്ങൾ. അത് ഇസ്ലാം അല്ല. ആഘോഷിക്കുന്നവർ ആഘോഷിക്കട്ടെ, പങ്കെടുക്കുന്നവർ പങ്കെടുക്കട്ടെ, പക്ഷെ അത് ഇസ്ലാം അല്ല. ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവും അതിനില്ലെന്ന് മാത്രമല്ല, ഇസ്ലാമുമായിട്ടുള്ള ബന്ധം എന്തെന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ ചര്യ നമ്മുടെ നടത്തത്തിലും ഇരുത്തത്തിലും നമ്മുടെ ആരാധനാകർമ്മങ്ങളിലും കൃത്യമായ ഫറളായ കാര്യങ്ങൾക്ക് ഫറളിന്റെ പ്രാധാന്യം നൽകുക. ചില ആരാധനാകർമ്മങ്ങൾ, നമസ്കാരമൊക്കെ ഉപേക്ഷിച്ചാൽ ഈ ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന മഹാപാപമാണ്. അങ്ങനെയുള്ള പാപങ്ങൾ മുതൽ കളവ് പറച്ചിലും കളവായ പ്രവർത്തനങ്ങളും എന്നത് മുതലുള്ള അള്ളാഹുവിന്റെ റസൂല് വിരോധിച്ചത് നമ്മൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയും റസൂലും അള്ളയും പഠിപ്പിച്ചത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതമാണ് സ്നേഹം എന്ന് പറയുന്നത്. ആ സ്നേഹമാണ് മാതാപിതാക്കളോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? മാതാപിതാക്കളെ അനുസരിച്ച് അവരെ പരിചരിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക. അവർ തെറ്റ് ചെയ്താൽ, തെറ്റ് പറഞ്ഞാലല്ല, നന്മ പറഞ്ഞാൽ അത് നമ്മൾ സ്വീകരിക്കുക. അതല്ലേ മാതാപിതാക്കളോടുള്ള സ്നേഹം. മാതാപിതാക്കൾക്ക് സിന്ദാബാദ് വിളിക്കലല്ലോ, അല്ലെ? മാതാപിതാക്കളുടെ ജന്മദിനം, ഉമ്മാന്റെ ബർത്ത്ഡേ ആഘോഷിക്കലല്ലോ, ഉമ്മാന്റെ ജന്മദിനമല്ലല്ലോ, ഉമ്മാന്റെ പേരിൽ എന്തെങ്കിലും ആഘോഷം ഉണ്ടാക്കലല്ലോ സ്നേഹം. അവര് മരിക്കോളും നല്ല നിലക്ക് അവരെ പരിചരിക്കുക എന്നുള്ളതല്ലേ. നമ്മളെ മക്കളെ സ്നേഹിക്കൽ എങ്ങനെയാ? ഇപ്പൊ മക്കളെ സ്നേഹിക്കല് ജന്മദിനാഘോഷം നടത്തി വലിയ കേക്കും മിഠായികളും വിതരണം ചെയ്തുകൊണ്ടായത് അത് മറ്റു മതങ്ങളിൽ നിന്ന് കയറി വന്ന ആചാരങ്ങളാണ്, അപകടങ്ങളാണ്. ആ മക്കള് വളരുമ്പോ അള്ളാഹുവിന്റെ ബർക്കത്ത് കിട്ടണമെന്നില്ല ആ ജന്മത്തിന്. നമ്മൾ ഉപേക്ഷിക്കണമായ ആഘോഷങ്ങളൊക്കെ, ബർത്ത്ഡേകളൊക്കെ. അപ്പൊ ഈ പറഞ്ഞു വരുന്നത്, ഒരു പ്രവാചകനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പ് 1,00,000-ൽ പരം പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടും അങ്ങനെ ഒരു ആഘോഷമല്ല. നമുക്കുള്ള ആഘോഷം 2 ആഘോഷമാണ് ഇസ്ലാം. അത് അള്ളാഹുവിന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തന്ന പെരുന്നാൾ ആഘോഷങ്ങളാണ്. പിന്നെയുള്ള ആഘോഷം എന്ന് പറഞ്ഞാൽ ഈ വെള്ളിയാഴ്ച, നമ്മുടെ ഈദുൽ മുഅ്മിൻ. രാവിലെ തന്നെ കുളിക്കുക. എന്നും കുളിക്കാത്തവനാണെങ്കിൽ പോലും വെള്ളിയാഴ്ച കുളിക്കൽ നിർബന്ധമാണ് എന്ന് വരെ പറഞ്ഞതാണ് ഹദീസിൽ നമുക്ക് മനസ്സിലാവുന്നത്. നേരത്തെ പള്ളിയിൽ വരിക, സ്വഫായി ഇരിക്കുക, അവിടെ അൽഖൈഫ് ഓതുക, കൂടുതൽ അധികം പ്രാർത്ഥിക്കുക, ജുമായിൽ കേൾക്കുക, ശ്രദ്ധിക്കുക, അവിടെ നിന്ന് കിട്ടിയത് ജീവിതത്തിൽ കഴിയും വിധം പകർത്തുക. ഇതാണ് 3ാമത്തെ ആഘോഷം സഹോദരങ്ങളെ. അതുകൊണ്ട് ഇല്ലാത്തതും കെട്ടിച്ചമക്കപ്പെട്ടതുമായ ആഘോഷങ്ങളിൽ മതിമറക്കാതെ അതിൽ മാത്രം ദീന് കണ്ട് ഫർദും സുന്നത്തുമായ ദീനിന്റെ കൽപ്പനകൾ ഒന്നും ആഘോഷിക്കാതെ അല്ലെങ്കിൽ ആചരിക്കാതെ കൊല്ലത്തിലൊരിക്കൽ ഇതാണ് ദീനിന്റെ ആചാരം എന്ന ധാരണ തിരുത്തി ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരങ്ങളെ സഹോദരികളെ, റബീഅത്ത് ഇബ്നുൽ അസ്ലമി കഅബുൽ അസ്ലമി റളിയല്ലാഹു അൻഹു എന്നൊരു സഹാബി നബിക്ക് എന്തെങ്കിലും ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി ഒരു ചാൻസ് സന്ദർഭം കിട്ടുന്നത് നോക്കി നടക്കുന്ന സഹാബിയാണ്. എല്ലാ സഹാബിമാരും അങ്ങനെ തന്നെയാണ്. എന്നാലും റബീഅത്ത് അങ്ങനെയാണ്. ഒരിക്കൽ റബീഅത്ത് ഉളു എടുക്കാൻ വേണ്ടിയുള്ള വെള്ളം, നമ്മൾ പണ്ടൊക്കെ പോലെ ഒരു പാത്രത്തില് കിണ്ടിയിൽ വെള്ളം കൊണ്ടുപോകലാണല്ലോ, അല്ലെങ്കിൽ ബക്കറ്റില്, അതുപോലെ ഒരു വെള്ളപാത്രത്തിൽ വെള്ളം കൊണ്ടുപോയിട്ട് റസൂലുള്ളാഹിക്ക് വെള്ളം പകർന്നു കൊടുക്കാൻ ഉളു എടുക്കാൻ. അപ്പൊ റബീഅത്തിന് തോന്നി നല്ലൊരു പറ്റിയ അവസരമാണ്, റസൂലിനേറ്റ് ഒറ്റക്ക് വർത്താനം പറയാൻ പറ്റിയ ഒരു അവസരമാണ്. അപ്പോ റബീഅത്ത് ബിൻ കഅബുൽ അസ്ലമി റളിയല്ലാഹു അൻഹു നബിയോട്, എന്താണ് റബീഅത്ത് എനിക്ക് വേണ്ടത്, എന്താ ചോദിച്ചോ എന്ന് പറഞ്ഞു. എന്താ ചോദിക്കാണ്ട് എന്ന് നബിക്ക് തോന്നിയപ്പോ, അപ്പൊ നബി പറഞ്ഞു, എനിക്ക് വേറൊന്നും ചോദിക്കാനില്ല നബി, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നിങ്ങളെ കൂടെ സ്വർഗത്തിലെത്തി കിട്ടിയാൽ മതി. നിങ്ങളുടെ ഒരു മുറാഫഖത്ത്, ഒരു സഹവാസം സ്വർഗത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടായി കിട്ടിയാൽ മതി. ഇവിടെ ഏതായാലും നിങ്ങളെ കൂടെ ജീവിക്കുന്നുണ്ട്, സ്വർഗത്തിൽ ഇങ്ങനെ കിട്ടിയാൽ മതി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അതല്ലാതെ വേറെ എന്തെങ്കിലും ചോദിക്കാണ്ടോ, ഭൗതികമായി ദുനിയാവിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോന്നാണ്. അവരുടെ നേതാവ് കൂടിയാണല്ലോ പ്രവാചകൻ. എന്തെങ്കിലും വേറെ എന്തെങ്കിലും പറയാനുണ്ടോ, കുടുംബകാര്യം, ദുനിയാവിന്റെ ഒന്നുമില്ല, എനിക്കത് മാത്രമേ, ദുനിയാവൊന്നും എനിക്ക് പ്രശ്നമല്ല, അതൊക്കെ പഠിച്ചു തരും, പക്ഷെ ആഖിറത്തിൽ സ്വർഗത്തിൽ നിങ്ങളെ കൂടെ എത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റബിയ ഫഅഇന്നി അലാ നഫ്സിക ബിതസറത്തി സുജൂദ്, നീ ജീവിതകാലം അത്രയും സുജൂദുകൾ വർദ്ധിപ്പിച്ച്, കൃത്യമായി നമസ്കാരം നിർവഹിച്ച്, സുന്നത്തുകൾ നിർവഹിച്ച്, കൂടുതൽ സുജൂദ് ചെയ്ത് പ്രാർത്ഥിച്ച് ഒരു നല്ല മനുഷ്യനായി ജീവിക്കും. അങ്ങനെ ചെന്ന് എന്നെ സഹായിച്ചാൽ, എന്നെ സഹായിക്കാതെ എനിക്ക് നിന്റെ ഇപ്പൊ സ്വർഗത്തിലല്ലേ കിട്ടണ്ടി, അത് എനിക്ക് തരാൻ കഴിയില്ല, പക്ഷെ എനിക്ക് തരാൻ കഴിയും. ഈ കാര്യം നീ ചെയ്താൽ ദയവ് ചെയ്ത് സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് എന്ന് മര്യാദക്ക് ജീവിച്ച് മരിച്ചാൽ എന്റെ കൂടെ സ്വർഗം. ഇതാണ് സഹോദരന്മാരെ നബിയുടെ സ്നേഹം, ഇതാണ് സ്നേഹം. റസൂലിന്റെ കൂടെ സ്വർഗത്തിലെത്തണമെങ്കിൽ, റസൂലിന്റെ മുഹിബ്ബുകളാവണമെങ്കിൽ, റസൂല് പഠിപ്പിച്ച, അള്ളാഹു കൽപ്പിച്ച, റസൂല് പഠിപ്പിച്ചു തന്ന ഈ ജീവിത രീതി നമ്മൾ വാക്കിലും പ്രവൃത്തിയിലും ബന്ധങ്ങളിലും ഫർദിനെ ഫർദായിട്ട് കാണണം, സുന്നത്തിനെ സുന്നത്തായിട്ട് കാണണം, മര്യാദകളെ മര്യാദകളായി കാണണം. അങ്ങനെ ജീവിക്കുകയാണ് മതം. ഇതല്ലാതെ കാലങ്ങളായി മതത്തിനെ വ്യാഖ്യാനിച്ച് എന്തൊക്കെയോ ചില പിരിവ് കമ്മിറ്റികളായി മാറി. റബീഉൽ അവ്വൽ വരുന്നതിന്റെ മുമ്പ് തന്നെ ഇക്കൊല്ലം ഏറ്റവും നല്ല റബീഉൽ അവ്വലിന്റെ പിരിവ് കിട്ടാൻ എന്താണ് മാർഗമെന്ന് സ്കോഡുകൾ ഉണ്ടാക്കി റസൂലിനെ സ്നേഹിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. ശ്രദ്ധിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, അഥവാ റസൂല് പഠിപ്പിച്ച ദീനനുസരിച്ച് കഴിയുന്നവരും ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആ സുന്നത്ത് ജീവിതത്തിൽ പാലിക്കുന്ന വിശ്വാസികളായി നമ്മളെയും നമ്മുടെ മക്കളെയും കുടുംബത്തെയും സുഹൃത്തുക്കളെയും അല്ലാഹു തആല മാറ്റുമാറാവട്ടെ. പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്ന രോഗികളായ ആളുകൾ വസിയത്ത് ചെയ്തിട്ടുണ്ട് ദുആക്ക്, അവർക്കൊക്കെ അല്ലാഹു ശാന്തിയും ശമനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ ദുരിതങ്ങളിൽ നിന്നും, കഷ്ടപ്പാടുകളിൽ നിന്നും, എല്ലാ ഫിത്നകളിൽ നിന്നും, എല്ലാ ശർറായ മനുഷ്യന്മാരിൽ നിന്നും അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കുവാനാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ കൂട്ടുകുടുംബത്തോടൊപ്പം നമ്മളെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا رب العالمين.